ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് SBIയുടെ വേക്കൻസിയാണ്, ബമ്പർ വേക്കൻസിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2025 ബമ്പർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സർക്കിൾ ബേസ്ഡ് ഓഫീസറിന്റെ വേക്കൻസിയാണ്. എക്സാമിനേഷൻ കാണും. ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആലപ്പുഴയിൽ എഴുതാം, എറണാകുളമുണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. നിങ്ങൾ വേറെ ഒരു സ്റ്റേറ്റിലും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതാൻ പറ്റും. ആലപ്പുഴയിലുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇവിടൊക്കെ വേക്കൻസിയും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം. കേരളത്തിലുമുണ്ട് വേക്കൻസി. ഒരുപക്ഷെ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. അതായത് ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ്, നിങ്ങൾ BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്, ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. കേരളത്തിലും വേക്കൻസി ഉണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ബമ്പർ വേക്കൻസിയാണ്, ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ SBI നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ഓഫ് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ് ആണ്. അഡ്വർടൈസ്മെന്റ് നമ്പർ CRPD/2025-26/3 എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷും മലയാളം കൂടെ ഈ ഡേറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് മലയാളമേ വരത്തുള്ളൂ. മലയാളി ആയതുകൊണ്ട് അത് ക്ഷമിക്കുക. അപ്പം ഇവിടെ ഇവര് പറയുന്നുണ്ട്, ഇതിന്റെ ഈ 9-ാം തീയതി, അതായത് ഈ മാസം 9-ാം തീയതി ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് കണക്ക് തന്നെ 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി നിങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആണ്, അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് 29 മെയ്, ഈ മാസം 29-ാം തീയതി. കാൾ ലെറ്റർ ഫോർ ഓൺലൈൻ ടെസ്റ്റ് ഇൻ ജൂലൈ 2025. ഈ വർഷം ജൂലൈയിൽ നിങ്ങൾക്ക് ടെൻറ്ററ്റീവായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ്. കാൾ ലെറ്റർ ഫോർ ഓൺലൈൻ ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, CBC ആയിരിക്കും. അപ്പം അത് ജൂലൈയിൽ കാണുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിലെ വേക്കൻസി ഉണ്ട്. ഓരോ സ്ഥലത്തും പറയുന്നുണ്ട്. ഗുജറാത്ത് ഉണ്ട്, നാഗർ ഹാവലുണ്ട്, ദമനാട് ഇരിയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടക ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ കേരള, ലക്ഷദ്വീപ് പറയുന്നുണ്ട്. മലയാളത്തിലായിരിക്കും നിങ്ങളുടെ CBC ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ടെസ്റ്റ് ഉണ്ടെങ്കിൽ മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിൽ കാണും, ബാക്കി മലയാളത്തിലായിരിക്കും. അതായത് കേരളത്തിൽ 90 വേക്കൻസി ഉണ്ട്. കേരളത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ 90 വേക്കൻസി കേരളത്തിലുണ്ട്. കേരളം ലക്ഷദ്വീപിന് ഒന്നിച്ചാണ്. ലക്ഷദ്വീപിൽ ആരും അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കേരളത്തുകാർക്ക് വേണ്ടിയിട്ട് 90 വേക്കൻസി ഉണ്ട്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള സിറ്റിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അപ്പം അപേക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾ തയ്യാറെടുക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു CBC ടെസ്റ്റ് ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ്, അത് നിങ്ങളുടെ ഓൺലൈൻ ടെസ്റ്റ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനിൽ ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം SBIയുടെ ആ ടെസ്റ്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പിന്നെ താഴെ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപ്പറ്റി നമുക്ക് കടക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, സെലക്ഷൻ പ്രോസസ് എന്താണ്, ഏജ് എന്താണ്, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ലൈക്കും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. SBI CBO സർക്കിൾ ബേസ്ഡ് ഓഫീസർ റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഓൺലൈൻ ഫോർ 2934 പോസ്റ്റ് ഉണ്ട് ടോട്ടൽ ആൾ ഓവർ ഇന്ത്യയുടെ. SBI CBO റിക്രൂട്ട്മെന്റ് 2025. ഹൈ ഫ്രണ്ട്, വെൽക്കം യു ആൾ ടു മൈ ചാനൽ. ടുഡേ ഐ ആം ടെല്ലിംഗ് യു ആൾ അബൌട്ട് ടു SBI റിക്രൂട്ട്മെന്റ് 2025. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. ഇവിടെ SBI CBO റിക്രൂട്ട്മെന്റ് സർക്കിൾ ബേസ്ഡ് ഓഫീസർ റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി എന്ന് പറയുന്നത് SBI ബാങ്കാണ്. ഓർഗനൈസേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
പോസ്റ്റ് നെയിം സർക്കിൾ ബേസ്ഡ് ഓഫീസർ. ടോട്ടൽ പോസ്റ്റ് 2934. അപ്ലൈ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ആണ്, ഓൺലൈൻ കൂടാണ്. ഹു കാൻ അപ്ലൈ? ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി 48,450 തൊട്ട് 85,920 രൂപയാണ് നിങ്ങളുടെ ഒരു സാലറി, ആവറേജ് സാലറി പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേക്കൻസി 20-25. ഏജ് ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്, മാക്സിമം ഏജ് 30 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ഈസ് ആപ്ലിക്കബിൾ ആസ് പെർ റൂൾ അനുസരിച്ച് SC, ST, PW ഇങ്ങനെയുള്ളവർക്ക് അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പം ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് കൺഫേം നിങ്ങൾ വിചാരിക്കുക ഞാൻ എലിജിബിളാ, നിങ്ങൾ ആ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. അതുകൂടാതെ ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ആ അപ്ലൈ ലിങ്കിൽ പോയി നോക്കണം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. 750 രൂപയല്ല, ബൈ ചാൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. നിങ്ങൾ പലരും എനിക്ക് ഇത് കണക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ CV നല്ല കണക്ക് അവർ പറയുന്ന അവരെന്താ റിക്വയർമെന്റ് ചോദിക്കുന്ന അടുക്കാണ്, അതുപോലെ നിങ്ങൾ CV അപ്ഡേറ്റ് ചെയ്തയക്കണം. നിങ്ങളുടെ CVയും ബാക്കിയുള്ള ഡോക്യുമെന്റ്സും അപ്ഡേറ്റഡ് ആണെങ്കിൽ അതാണ് നിങ്ങൾ അയക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാര്യം അവർക്ക് കാൻഡിഡേറ്റിനെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കാര്യം ആൾ ഓവർ ഇന്ത്യയുടെയാണ് ഈ 2900 ചിലവാനും വേക്കൻസി വരുന്നപ്പോൾ. പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ 90 വേക്കൻസി ഉള്ളപ്പോൾ ഇതിനകത്ത് ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ഡോക്യുമെന്റ്സും നിങ്ങളുടെ CV നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് ചെയ്യുന്നോ അത് കണക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പം ജനറൽ OBCക്ക് വേണ്ടിയിട്ട് 750 രൂപ ഫീസ് ഉണ്ട്. SC, ST, PWDക്ക് ഇതിനകത്ത് ഫീസ് ഒന്നുമില്ല, എക്സാം ഫീസ് ഇല്ല. പേയ്മെന്റ് ഓൺലൈൻ വഴി ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ചെയ്യാം, ഡെബിറ്റ് കാർഡ് വഴിയും ചെയ്യാം. പ്രോസസ് എന്ന് പറയുന്ന ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ അതിൽ സെലക്ട് ആകുന്നവരെ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേറ്റ് എന്നാ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും നിങ്ങൾ BA, BCom അങ്ങനെയുള്ള ഏതെങ്കിലും ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെയുള്ള എല്ലാവർക്കും, ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ അത് ഫോട്ടോ എടുത്ത് വെക്കണം, അത് ആവശ്യം. ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ഓൺലൈൻ ഫോം സ്റ്റാർട്ടിംഗ് ഡേറ്റ് 9 മേയിൽ തൊട്ട് ഇതിന്റെ തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 29 May വരെയുണ്ട്. ഇനി അപ്ലൈ ഓൺലൈൻ ഇതിന്റെ ഈ ലിങ്ക്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തന്നിരിക്കും. നിങ്ങൾ അവിടുന്ന് ക്ലിക്ക് ചെയ്തണം. കാര്യം ഞാൻ അത് അവിടെ ആ ലിങ്ക് കൊടുക്കാതിരുന്നപ്പോൾ അത് പലർക്കും അതായത് അപ്ലൈ ലിങ്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കും, ലിങ്ക് ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞായിരിക്കും ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വരാൻ പാടില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ഒന്നുകൂടി ആ വീഡിയോയിൽ പോകാനും വീണ്ടും ആ സർക്കുലർ ചെക്ക് ചെയ്യാനും ഒന്നും ഇടയാക്കരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് തരുന്നുണ്ട്. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് നോക്കണം. അപ്പൊ ഇതാണ് ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് നിങ്ങളുടെ എങ്ങനെയാണ് പരീക്ഷ അതൊന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കണം. അത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൂടി തരാം. ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. SC, STക്ക് കാൻഡിഡേറ്റ് അങ്ങനെയുള്ളവർക്ക് ഏത് തരത്തിലുള്ള ഇതാണ് ഫീസിന്റെ ഇളവ് എന്താണ്. ഇവിടെ ഏജ് റിലാക്സേഷന്റെ പറയുന്നുണ്ട്. ഇവിടെ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽസ് 5 വർഷത്തെ നിങ്ങളുടെ 30 വയസ്സിൽ നിന്ന് 5 വർഷം കുറവായിരിക്കും. അത് കണക്ക് തന്നെ ഓരോ കാറ്റഗറിയുടെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ പരീക്ഷയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 30 മാർക്ക്. ബാങ്കിങ് നോളേജിനെ പറ്റിയുണ്ട്, 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 40. അത് കണക്ക് തന്നെ ജനറൽ അവയർനെസ് ആൻഡ് എക്കണോമി ഉണ്ട്, അത് 30 മാർക്കിന്റെ 30. അത് കണക്ക് തന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, 20ന്റെ 20 മാർക്ക്. ഇപ്പൊ 2 മണിക്കൂറിന്റെ പരീക്ഷയാണ്, 120 ക്വസ്റ്റ്യൻ ഉണ്ട്, 120 മാർക്കുണ്ട്.
ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് പേടിക്കണ്ട. ഇത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇത് കണക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഓഫ് ബാങ്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് കൊടുത്താൽ അതവഴി അവിടെ നിങ്ങൾക്ക് പലത് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ഇത് ബാങ്കിന്റെ ആ ഒരു ടെസ്റ്റിനെ പറ്റിയുള്ള ബുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സമയമുണ്ട് 29 മെയ് നിങ്ങൾ അപേക്ഷിച്ചാൽ മതി. അപ്പം അതിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്ക് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രാജുവേറ്റുകാർക്ക്. കാര്യം അത് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഇതെങ്ങനെയാ ഇനി അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ തരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഞാൻ തരുന്ന അപ്ലൈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് കമൻസ്മെന്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 9/5 തൊട്ട് തുടങ്ങി. ഇത് അവരുടെ SBIയുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സൈറ്റാണ്, അപ്ലൈ ചെയ്യുവാനുള്ള സൈറ്റാണ്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവനി ക്ലോസർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ 29-ാം തീയതി 9/5 തുടങ്ങി 29-ാം തീയതി തീരും. അപ്പം ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ഹിയർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. നിങ്ങൾ ഇതിനു മുന്നേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇല്ല, നിങ്ങൾ ന്യൂ രജിസ്ട്രേഷനിൽ വരിക. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കൺഫേം നെയിം അത് തന്നെ വീണ്ടും കൊടുക്കുക. മിഡിൽ നെയിം കൊടുക്കുക, കൺഫേം മിഡിൽ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ആ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇപ്പം ഈ ഒരു നിങ്ങൾ റെഡ് കളറിലെ ഒരു സ്റ്റാർ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. ബാക്കി മിഡിൽ നെയിം നമുക്കില്ലെങ്കിൽ മിഡിൽ നെയിം എഴുതണ്ട, ലാസ്റ്റ് നെയിം പിന്നെ എഴുതണം. ലാസ്റ്റ് നെയിം തീർച്ചയായിട്ട് കാണും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, കൺഫേം മൊബൈൽ നമ്പർ ചെയ്യണം. പിന്നെ ആൾട്ടർനേറ്റീവ് നമ്പർ എന്തെങ്കിലും ഉണ്ട് അത് കൊടുക്കണം. ഇനി ഇമെയിൽ ഐ ഡി ഇതായിരുന്നു. ഇപ്പൊ എന്റെ തോമസ് NA എന്നുള്ളതിന്റെ NAT വരെ വരാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ ഡൊമൈനിലാണ് നമ്മൾ Gmail എന്ന് കൊടുക്കേണ്ടത്, gmail.com. അത് കണക്ക് തന്നെ അതിന്റെ കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം കൊടുക്കണം. ഇത്രയും മൊത്തം ഇങ്ങനെ കൊടുക്കണം. അവിടുന്ന് സെക്യൂരിറ്റി കോഡ് ഇവിടെ എഴുതിക്കണം. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റിൽ പോകണം. ആ സേവ് ആൻഡ് നെക്സ്റ്റിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോട്ടോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും നേരത്തെ തയ്യാറാക്കി വെക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കണം. പിന്നെ അത് പ്രിവ്യൂ നിങ്ങൾ നോക്കണം, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള അപ്ലോഡ് ചെയ്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അപ്ലൈ ചെയ്യുന്ന ആ കാര്യം. അപ്പൊ നിങ്ങൾക്കെല്ലാം വീണ്ടും ഞാൻ പറയുകയാണ്, വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ കഴിവതും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 750 രൂപ പരീക്ഷ ഫീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.